ഹലോ, അപ്പോൾ രാവിലെ തന്നെ ചായക്ക് വെള്ളം വെക്കാന്നേ. ചായക്ക് വെള്ളം വെക്കുന്നതാണ് എന്നും കാണിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അപ്പം എന്നും കാണിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്ന് രാവിലെ ആദ്യം ചെയ്യുന്നത് ചായക്ക് വെള്ളം വെക്കുന്നതാണെന്ന് കേട്ടോ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടി ഉണ്ടാക്കാൻ നിന്നുണ്ടായിരുന്നു കേട്ടോ. കടിയിൽ നിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോൾക്ക് 2 ദോശ ഇട്ടെടുത്തു കേട്ടോ. പുട്ട് അവൾ കഴിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ എനിക്കും കാക്കിനും വേണ്ടി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം പുട്ടിന് കുഴച്ച് വെച്ചാൽ കുറച്ച് മുന്നേ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്ന് കുഴച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് റെഡിയായി. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ചുട്ടെടുത്തു. പുട്ട് ചുട്ടെടുത്തപ്പോഴത്തേക്കും മോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. മോൾ എണീറ്റ് പിന്നെ അവളൊന്ന് സോപ്പിടണമല്ലോ, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് താഴെ ഇറക്കണമല്ലോ. പണിയൊന്നും ആയിട്ടില്ല. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചാടിക്കായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിച്ചു. കാക്കത്തിൻ്റെ അടുക്ക് ചായ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കുക്കർ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ കുക്കർ ബിരിയാണി. ഞാൻ കുക്കർ ബിരിയാണിയെ വെക്കാറുള്ളൂ. മറ്റേ രീതിയിൽ വെക്കുന്നത് എനിക്ക് അത്ര വശമില്ല. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ദിവസം ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ ബിരിയാണി. നിങ്ങളൊക്കെ എങ്ങനെ വെക്കാമെന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ വെക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ബിരിയാണിയാണ്, ഇങ്ങനെയാണോ ബിരിയാണി വെക്കുന്നത് എന്നൊന്നും ചോദിക്കരുതേ. ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ വെക്കുന്നതാണ് കേട്ടോ. ഇതുവരെ എല്ലാം വളരെ വളരെ ശരിയാണെന്ന് പറഞ്ഞതുപോലെ ബിരിയാണിയൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുവരെ ഞാൻ അരിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അരി എടുക്കാൻ നോക്കുമ്പോഴാണ് അരി കഴിഞ്ഞ് വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഏതായാലും ഒരുങ്ങിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പച്ചരി വെച്ചിട്ട് ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ പച്ചരി വെച്ചിട്ട് ഞാൻ വെച്ചതാണ്. വെക്കുമ്പോഴൊന്നും കുഴപ്പമില്ല. എന്താ പ്രശ്നം എന്നല്ല, എൻ്റെ വെള്ളം കൂടിയതാണോ എന്താണ്, അതോ പച്ചരിക്ക് വേവില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയതാണോ ഒന്നും അറിയില്ല. ചോറ് അങ്ങോട്ട് ഫ്ലോപ്പായിട്ടുണ്ട് മക്കളെ. നല്ല ഒന്നൊന്നര ഫ്ലോപ്പായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കുമ്പം ചോറ് കഞ്ഞിയായിട്ടുണ്ട് കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. സാരമില്ല, എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. എന്നാലും ഞാനത് കഴിക്കാനിരുന്നപ്പോൾ ഇതാണ് അവസ്ഥ. ചിക്കനൊക്കെ കുടഞ്ഞ് കലങ്ങിയിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ ഗെയ്സ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബിരിയാണി വെക്കാറുണ്ട് കേട്ടോ കുക്കറിൽ. പക്ഷേ ഇതേവരെ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. വല്ല ഉപ്പ് കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണേ. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. കഴിക്കാൻ ഓക്കെയാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. കൊന്ന പാപം തിന്ന് തീർക്കാന്ന് പറഞ്ഞ പോലെ ഞാനതെന്തായാലും തിന്ന് തീർത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മൾ നിർത്തൂല, ഇനിയും ട്രൈ ചെയ്യും. പിന്നല്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.